പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയിരിക്കേണ്ട പോളിംഗ് പ്രൊസീജിയറിനെ പോലെ തന്നെ പോളിംഗിൽ ഏറ്റവും സുപ്രധാനമായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് EVM-നെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന EVM എന്നുള്ളത് 3 ഡിവൈസുകൾ ചേരുന്നതാണ്. ഒന്ന് കൺട്രോൾ യൂണിറ്റ് ഈ പെട്ടിയിൽ, മറ്റൊന്ന് ബാലറ്റ് യൂണിറ്റ്, മൂന്നാമത് VVPAT. ഈ കാണുന്ന കൺട്രോൾ യൂണിറ്റ് ഇത്തരത്തിൽ ഒരു ബോക്സിലായിരിക്കും വരുന്നത്. ഇതിന്റെ ഈ ഹോൾഡിന്റെ പിടിയുടെ ഇരുവശങ്ങളിലായി 2 ലാച്ചുകളുണ്ട്. ആ ലാച്ചുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട്, അതായത് ലാച്ചുകൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പെട്ടി ഓപ്പൺ ചെയ്യാനുള്ള ലോക്ക് റിലീസ് ആവും. ഇത്തരത്തിലുള്ള കൺട്രോൾ യൂണിറ്റ് നമ്മുടെ കൈകളിൽ കിട്ടും. ഇതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിന്റെ ഏറ്റവും മുകളിൽ ഒരു ഡിസ്പ്ലേ പാനൽ ഉണ്ട്. അതിന്റെ ഇരുവശങ്ങളിലായി 2 ലൈറ്റുകൾ, ലാമ്പുകളുണ്ട്. ഒന്നിത് പവർ ഓൺ ചെയ്യുമ്പോൾ തെളിയുന്നതാണ്. ഈ ഓൺ എന്ന് കാണിക്കുന്നത് പവർ ഓൺ ചെയ്യുമ്പോൾ തെളിയുന്ന ലൈറ്റാണ്. മറ്റൊന്ന് ബിസി ലാമ്പ് എന്ന് പറയും. അതായത് ഈ ഡിവൈസ് ബിസി ആകുമ്പോൾ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി ഈ കൺട്രോൾ യൂണിറ്റിലെ ഏറ്റവും താഴെയുള്ള ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തെളിയുന്നതാണ് ബിസി ലാമ്പ്. ഈ ഡിസ്പ്ലേ പാനലിന്റെ തൊട്ടു താഴെയായി മെയിൻ ആയിട്ടുള്ള ഡോർ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് തൊട്ടിപ്പുറത്തുള്ള കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ അല്ലെങ്കിൽ ഈ സെക്ഷൻ കാൻഡിഡേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പോളിംഗ് സ്റ്റേഷനിലേക്ക് ഈ ഡിവൈസ് കടന്നു വരുന്നത്. അപ്പൊ പോളിംഗ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയോ കുറിച്ച് അധികമായി ഒന്നും പഠിക്കേണ്ടതില്ല. അതേസമയം ഈ ബാറ്ററി കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷന്റെ തൊട്ടു താഴെയായി കാണുന്ന ഈ മെയിൻ ഡോർ, ഇതിന് പറയുന്ന പേര് റിസൾട്ട് സെക്ഷൻ എന്നാണ്. മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു ഇന്നർ ഡോർ ഉണ്ടാകും. ആ ഇന്നർ ഡോറും തുറന്നു കഴിഞ്ഞാൽ 3 കമ്പാർട്ട്മെന്റുകളിലായി വ്യത്യസ്ത കളറുകളിൽ ബട്ടണുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. അതിൽ ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബട്ടണാണ്. വായിക്കാൻ പറ്റുന്നതാണ്. ഇത് ക്ലോസ് ബട്ടൺ എന്നാണ്. അതായത് ഒരു വോട്ടിംഗ് ഈ ഡിവൈസ് ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ ആ പ്രോസസ് അവസാനിപ്പിക്കണമെങ്കിൽ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം. അങ്ങനെ ഒരു വട്ടം ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മറ്റു ചില പ്രോസസ്സിംഗ് നടത്താതെ, അതായത് റിസൾട്ട് നോക്കാതെ, ഓൾറെഡി ചെയ്ത വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് കളയാതെ വീണ്ടും വോട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ്. അപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം പോലും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എക്സീഡ് ചെയ്തതായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് റിസൾട്ട് നോക്കി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും ഈ ഡിവൈസ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ക്ലോസ് ബട്ടന്റെ ഉപയോഗം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടിംഗ് അവസാനിക്കാൻ, അതുപോലെ തന്നെ ഇലക്ഷന്റെ തലേ ദിവസം ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഈ ഡിവൈസ് കിട്ടിക്കഴിയുമ്പോൾ ഉദ്യോഗസ്ഥരൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കുറച്ച് വോട്ടുകൾ ചെയ്തു എന്ന് വരാം. അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നീട് റിസൾട്ട് നോക്കണം, പിന്നീട് ക്ലിയർ ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത ദിവസം രാവിലെ 5:30 മോക്ക് പോൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന മോക്ക് പോൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ക്ലോസ് ബട്ടൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള റിസൾട്ടാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, റിസൾട്ട് അറിയണമെങ്കിൽ നിലവിൽ ചെയ്ത വോട്ടുകൾ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ടുകൾ ലഭിച്ചു എന്ന് അറിയണമെങ്കിൽ ഏത് ബട്ടൺ നോക്കണം? റിസൾട്ട്. ഈ റിസൾട്ടിന്റെ താഴെ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നിലവിൽ അത് പോളിംഗ് സ്റ്റേഷനിൽ യാതൊരു ആവശ്യമില്ല. ഏതെങ്കിലും കാരണവശാൽ ഇതിൽ ഡിസ്പ്ലേ പാനലിലൂടെ ഇതിന്റെ റിസൾട്ട് കിട്ടാത്ത ഒരവസരങ്ങളിൽ എഞ്ചിനീയർമാരുടെ സഹായത്തോടു കൂടി അതിന്റെ ഉള്ളിലുള്ള ആ കണ്ടൻസ് പ്രിന്റ് ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ആ പ്രിന്റ് ബട്ടൺ.
ഇപ്പൊ നിലവിൽ നമ്മൾ റിസൾട്ട് ബട്ടനെ കുറിച്ച് മാത്രം ഇവിടെ അറിഞ്ഞാൽ മതി. തൊട്ടടുത്ത വൈറ്റ് കളറിലുള്ള ഏത് ബട്ടനാ? ക്ലിയർ എന്ന് പറയുന്ന ബട്ടൺ. ആ ക്ലിയർ ബട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അർത്ഥം കിട്ടുന്നുണ്ട്. ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ തലേ ദിവസം കുറച്ച് വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയും, ഇനി വോട്ടിങ്ങിന്റെ അന്ന് രാവിലെ 5:30 മോക്ക് പോൾ നടത്താൻ പറഞ്ഞിട്ടുള്ള ആ മോക്ക് പോൾ ഓരോ സ്ഥാനാർത്ഥികൾക്കും തുല്യമായ വോട്ടുകൾ ചെയ്ത് 50 വോട്ടുകളെങ്കിലും ടോട്ടൽ ചെയ്ത് കഴിയുന്ന ആ അവസ്ഥയിൽ ചെയ്ത വോട്ടുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പോൾ ക്ലോസ് ബട്ടനെ കുറിച്ചും റിസൾട്ട് ബട്ടനെ കുറിച്ചും ക്ലിയർ ബട്ടനെ കുറിച്ചും പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കാര്യം, ഈ പറയുന്ന സീക്വൻസ് അനുസരിച്ച് തന്നെ നമ്മൾ പ്രോസസ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ഒരു വോട്ട് കുറച്ച് ചെയ്തു കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കണം. അതിനുശേഷം റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് റിസൾട്ട് നോക്കാൻ നമ്മൾ നോക്കിയിരിക്കണം. അതിനുശേഷം ക്ലിയർ ബട്ടൺ ചെയ്തു എങ്കിൽ മാത്രമേ ആ ക്ലിയറിംഗ് പ്രോസസ് നടക്കത്തുള്ളൂ. അതല്ലാതെ കുറച്ച് വോട്ടുകൾ ചെയ്തു, പെട്ടെന്ന് സമയമായി, മോക്ക് പോൾ അവസാനിപ്പിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലിയർ ബട്ടണിലേക്ക് വന്നാൽ, അതായത് ക്ലോസ് ചെയ്യാതെ റിസൾട്ട് ചെയ്യാതെ ക്ലിയർ ബട്ടണിലേക്ക് വന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആകില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് എടുക്കുന്നതിന് വേണ്ടി ഓടി വന്ന് റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്താലും എന്ത് കിട്ടൂല? റിസൾട്ട് കിട്ടൂല. അതിന് ക്ലോസ് റിസൾട്ട് ക്ലിയർ, അതിന് നമ്മൾ ചുരുക്കപ്പേര് CRC എന്ന് പറഞ്ഞ ആ പ്രോസസ്സിലൂടെ തന്നെ ചെയ്തിരിക്കണം. അങ്ങനെ റിസൾട്ട് സെക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു വോട്ടർ കടന്നു വന്നാൽ അയാളുടെ ഐഡന്റിറ്റിയൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വോട്ട് ചെയ്യുന്നതിന് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ബട്ടൺ ആണ് ഈ ബാലറ്റ് ബട്ടൺ. കൺട്രോൾ യൂണിറ്റിലെ ഏറ്റവും താഴ്ഭാഗത്തായി കാണുന്ന വലിയ ബട്ടൺ ബാലറ്റ് ബട്ടൺ. ഇപ്പം 1000 വോട്ടർമാരുണ്ടെങ്കിൽ 1000 പേർക്ക് വേണ്ടി ഓരോ തവണയും ഈ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓരോ വോട്ടറും കടന്നു വരുമ്പോഴും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി തെളിഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടി കമ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഈ ബാലറ്റ് ബട്ടൺ നിലവിൽ നമ്മുടെ ഇലക്ഷൻ ഹാൻഡ് ബുക്ക് പ്രകാരം സ്റ്റേറ്റ് പോളിംഗ് ഓഫീസറാണ് ഈ കൺട്രോൾ യൂണിറ്റ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ആ പ്രോസസ് നിർവഹിക്കേണ്ടത്. അങ്ങനെ ബാലറ്റ് ബട്ടൺ. ഇനി തൊട്ടടുത്ത് തന്നെ ഈ താഴ്ഭാഗത്തായിട്ട് മറ്റൊരു ബട്ടൺ കാണാം. എന്തുവാണ്? ടോട്ടൽ ബട്ടൺ. ടോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ ആ ടോട്ടൽ ആകെ, അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങി 1 മണിക്കൂർ കഴിയുമ്പോൾ ടോട്ടൽ അറിയണമെങ്കിൽ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്പ്ലേ പാനലിൽ ആ ഡിസ്പ്ലേ ഉണ്ടാവും, വരും ടോട്ടൽ എത്ര വോട്ട് ചെയ്തു എന്നുള്ളത്. അത് ഈ ഡിസ്പ്ലേ വരുമ്പോഴൊക്കെ പവർ ഓൺ ചെയ്യുമ്പോഴും ഈ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും റിസൾട്ട് ക്ലിയർ ബട്ടൺ ഒക്കെ പ്രസ് ചെയ്യുമ്പോഴും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടാകും. അതിനുശേഷമാണ് ഓരോ നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ പറഞ്ഞു, ഒബ്സർവർ പറഞ്ഞായിരുന്നു 2 മണിക്കൂർ ഇടവിട്ട് അദ്ദേഹത്തിന് നമ്മുടെ ടോട്ടൽ ഓരോ, അതായത് 7 മണിക്ക് ആരംഭിച്ചു 9 മണിക്ക് പിന്നെ 11 മണിക്ക് എന്നുള്ള നിലയിൽ മെസ്സേജ് ആയിട്ട് കൊടുക്കേണ്ടി വരും ടോട്ടൽ. ആ സമയത്ത് നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസറോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് പോളിംഗ് ഓഫീസറോട് പറഞ്ഞാൽ ഈ പറയുന്ന ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടോട്ടൽ അറിയാൻ കഴിയും. ഈ ടോട്ടൽ ബട്ടൺ അല്ലാതെ തന്നെ നമ്മുടെ ECI നെറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിക്കുവാൻ പ്രിസൈഡിംഗ് പോളിംഗ് ഓഫീസർമാർക്ക് നിർദ്ദേശമുണ്ട്. അപ്പൊ അവർ ചെയ്യുമ്പോഴും 2 മണിക്കൂർ ഇടവിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ് കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി എന്ന് പറഞ്ഞ ആ ഫോമിൽ 2 മണിക്കൂർ ഇടവിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ടോട്ടൽ ബട്ടൺ പ്രധാനമായും ഇതിന്റെ ഈ ഫ്രണ്ട് കാണുന്ന ഭാഗത്തുള്ള ആ ഉപയോഗങ്ങൾ, പാനൽ ബട്ടൺസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനിയുള്ളത്
ഇത് പവർ ഓൺ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ്? ഇതിന്റെ ബാക്ക് സൈഡിൽ മുകളിൽ കാണുന്ന ഈ റയർ കമ്പാർട്ട്മെന്റിലെ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്റ്റീൽ കളറിലുള്ള ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. ഇത് നേരെ മുകളിലോട്ട് ഓൺ പൊസിഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പവർ ഓൺ ആകും. അതോടൊപ്പം തന്നെ ഈ തുറന്നിരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ, പവർ ഓൺ ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ ഒരു സോക്കറ്റ് നമുക്ക് കാണാം. ഈ സോക്കറ്റുമായിട്ട്, ഈ കൺട്രോൾ യൂണിറ്റിലെ സോക്കറ്റുമായിട്ട് VV-പാറ്റ് അതിന്റെ കേബിൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സോക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു വശത്ത് റെഡ് ഉണ്ട്, ഒരു വശത്ത് ബ്ലാക്ക് ഉണ്ട്. നമ്മൾ കണക്ട് ചെയ്യേണ്ട ആ പ്ലഗിലും അല്ലെങ്കിൽ ആ സോക്കറ്റിലും അവിടെയും റെഡ് കളർ ഉണ്ടാകും, ബ്ലാക്ക് കളർ ഉണ്ടാകും. ആ കളർ മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് ബാലറ്റ് യൂണിറ്റിനെ കുറിച്ചാണ്. ബാലറ്റ് യൂണിറ്റ് ആ നീളമുള്ള പെട്ടിയിൽ നിന്നും നേരത്തെ പറഞ്ഞ രീതിയിൽ ആ ഹോൾഡിങ്ങിന്റെ ഇരുവശങ്ങളിലുള്ള ലാച്ചുകൾ വലിച്ചുകൊണ്ട് പെട്ടി നമുക്ക് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ബാലറ്റ് യൂണിറ്റ് കിട്ടും. ബാലറ്റ് യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാലറ്റ് യൂണിറ്റിന്റെ മുകളിൽ ഇവിടെയും താഴെ ഇവിടെയും ടോയിൻ ഉപയോഗിച്ചുകൊണ്ട് അഡ്രസ് ടാഗ് അറ്റാച്ച് ചെയ്തുകൊണ്ട് വാക്സ് സീലിംഗ് നടത്തിയിട്ടുണ്ടാകും. അപ്പൊ ഈ ബാലറ്റ് യൂണിറ്റ് പ്രത്യേകമായി തുറക്കേണ്ടതില്ല. എവിടെ? പോളിംഗ് സ്റ്റേഷനിൽ. അതിനെ കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആവശ്യമായ ബാലറ്റ് പേപ്പർ, അതായത് നമ്മുടെ ആലപ്പുഴയിൽ 9 LAC നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വ്യത്യസ്ത എണ്ണത്തിലായിരിക്കാം. അപ്പൊ ആ എണ്ണത്തിനനുസരിച്ച് ബാലറ്റ് ലേബൽ പ്രിന്റ് ചെയ്ത് ബാലറ്റ് ലേബൽ ഇതിന്റെ ഉള്ളിൽ, ഈ ട്രാൻസ്പെറന്റ് ഡോറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് 16 സ്ഥാനാർത്ഥികൾക്ക് ഒരു ബാലറ്റ് യൂണിറ്റിൽ നോട്ട ഉൾപ്പെടെ സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ 16 വീതം ഏതാണ്ട് 24ഓളം ബാലറ്റ് യൂണിറ്റുകൾ ഈ കൺട്രോൾ യൂണിറ്റുമായിട്ട് ആവശ്യമെങ്കിൽ കണക്ട് ചെയ്യാം. നമുക്ക് 16 സ്ഥാനാർത്ഥികളിൽ താഴെയായിരിക്കും സാധാരണ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ 4, 5, 6 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അത്രയും സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ഈ കാണുന്ന കാൻഡിഡേറ്റ് ബട്ടൺ ബ്ലൂ കളറിലാവുകയും ബാക്കിയുള്ളത് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യും കമ്മീഷനിങ്ങിന്റെ ആണ്. അതുപോലെ തന്നെ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അത്രയും എണ്ണത്തിലുള്ള ആ ഒരു ബാലറ്റ് ലേബൽ ആയിരിക്കും ബാക്കി ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കും. അങ്ങനെയുള്ള ബാലറ്റ് ലേബൽ ഇതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അത്രയും സ്ഥാനാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കൈകളിലേക്ക്, പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കൈകളിലേക്ക് കൊടുക്കുന്നത്. വോട്ട് ചെയ്യേണ്ടത് പേര്, ചിഹ്നം, ഫോട്ടോ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളുടെ ഇവിടെ ഉണ്ടാകും. അതിന്റെ നേരെ കാണുന്ന ഈ ലൈറ്റുകൾക്കും അപ്പുറയുള്ള ഈ ബ്ലൂ കളറിലുള്ള കാൻഡിഡേറ്റ് ബട്ടണിലാണ് വോട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ പ്രായം ആയിട്ടുള്ളവരോ കണ്ണ് നല്ലതുപോലെ കാണാൻ കഴിയാത്തവരോ ഒക്കെ ആണ് എങ്കിൽ ഇവിടെയോ ബട്ടൺ ആണെന്ന് വിചാരിച്ച് പ്രസ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ വോട്ടിംഗ് നടക്കുന്നില്ല. ഇവിടെ ഒരു റെഡി ലാമ്പ് ഉണ്ട്. കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡി ലാമ്പും തെളിഞ്ഞു നിൽക്കും, ബിസി ലാമ്പ് കൺട്രോൾ യൂണിറ്റിലും തെളിഞ്ഞു നിൽക്കും. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാൻഡിഡേറ്റ് ബട്ടണിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 15-18 സെക്കൻഡ് ആകുമ്പോൾ ഈ ലൈറ്റ് ഒരു ബീപ്പ് ശബ്ദത്തോടു കൂടി ഈ റെഡി ലാമ്പ് അണയുകയും ചെയ്യും. ഇതിലൊരു ബാലറ്റ് യൂണിറ്റിൽ ഒരു കേബിൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാകും. അതിന്റെ അറ്റത്ത് കേബിൾ കണക്ടർ റെഡും ബ്ലാക്കും എന്നുള്ള നിലയിൽ ഒരു കേബിൾ കണക്ടറും ഉണ്ടാകും. മൂന്നാമത്തെ ഡിവൈസ് ഇതാണ്. VV-പാറ്റ് എന്ന് പറയും. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നൊക്കെ അതിന്റെ ഫുൾ ആയിട്ടുള്ള പേര്. ഈ VV-പാറ്റിന്റെ ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡിസ്പ്ലേ പാനലിലൂടെ നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത്
ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആ സ്ലിപ്പ് പേരും ചിഹ്നവും ഫോട്ടോയും ഇവിടെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നമ്മളിവിടെ കാണിച്ചു തരും. 8 സെക്കൻഡോളം ആ പേപ്പർ സ്ലിപ്പ് പ്രിന്റായി ലൈറ്റ് തെളിഞ്ഞ് കാണിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലി കട്ടായി ബാലറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഈ കമ്പാർട്ട്മെന്റിലേക്ക് വന്നു വീഴും. ആ സ്ലിപ്പുകളെല്ലാം ഈ കമ്പാർട്ട്മെന്റിലാണ് വന്ന് ഓട്ടോമാറ്റിക് കട്ടായി വന്ന് വീഴുന്നത്. അതിനുവേണ്ടി 1500ഓളം സ്ലിപ്പുകൾ പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന പേപ്പർ റോള് കമ്മീഷന് കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യുന്നതിന്റെ അന്ന് ഇതിനകത്ത് ഇൻസേർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. മറ്റൊന്ന് കൺട്രോൾ യൂണിറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. വിവിപാറ്റിൽ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഈ വലിയ ബാറ്ററി കമ്പാർട്ട്മെന്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻസേർട്ട് ചെയ്യും. വിവിപാറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നോബാണ് ഈ കാണുന്ന നോബ്. ഇതിന് ട്രാൻസ്പോർട്ടിംഗ് മോഡ് എന്ന് പറഞ്ഞ ഒരു മോഡും ഉണ്ട്, വർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞ സ്റ്റാൻഡിംഗ് മോഡുമുണ്ട്. ഇതിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് മോഡ്. ഇവിടെ അതിന്റെ ഒരു പിക്ചർ കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. അതേസമയം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മോഡ് ആ സമയത്താകുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ കാണിച്ച ആ പേപ്പർ റോളിന് ഡിസ്ലൊക്കേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ലിവർ ട്രാൻസ്പോർട്ടിംഗ് മോഡിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് വന്ന് അതിനെ പിടിച്ചു നിർത്തും. അപ്പൊ ട്രാൻസ്പോർട്ടിംഗ് സമയത്ത് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചാൽ അത് വിട്ടുപോവുകയില്ല അതിന്റെ ഹോൾഡിംഗിൽ നിന്നും. അപ്പൊ ഇതാണ് വർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞ ആ സ്റ്റാൻഡിംഗ് മോഡിൽ ഇട്ടുകൊണ്ട് മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ ഇത് കണക്ട് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യാൻ തടസ്സമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപക്ഷെ ഇക്കാരണത്താലാകും വർക്ക് ചെയ്യാറ്. അപ്പൊ ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ 3 ഡിവൈസുകളും കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ എപ്പോഴും പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രശ്നമായി മാറാറുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം. BBC എന്ന് പറഞ്ഞ ആ ഒരു നമുക്ക് സുപരിചിതമായ ആ വാക്കെടുത്തിട്ട് അതിൽ നിന്നും ആദ്യത്തെ B എടുക്കുക, രണ്ടാമത്തെ ആ B മാറ്റിയിട്ട് അവിടെ V ഇട്ട് കൊടുക്കുക, മൂന്നാമത് C ഇട്ട് കൊടുക്കുക. അങ്ങനെ BBC എന്ന് പറഞ്ഞ് പഠിച്ച് ആ ഒരു ഷോർട്ട് ഫോമിൽ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അതായത് B എന്നുള്ളത് ബാലറ്റ് യൂണിറ്റും, V എന്നുള്ളത് വിവിപാറ്റും, C എന്നുള്ളത് കൺട്രോൾ യൂണിറ്റും. അങ്ങനെ ഒന്നാമത് B ബാലറ്റ് യൂണിറ്റ് ആകുന്ന ഈ യൂണിറ്റിന്റെ കേബിൾ എടുത്തുകൊണ്ട് പിന്നെ പറഞ്ഞത് വിവിപാറ്റിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ കണക്ടർ കമ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിലും ഒരു സോക്കറ്റ് ഉണ്ടാകും. BU ഇന്റർഫേസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കും. അതിലും ഈ കളർ കോഡ് ഉണ്ടാകും, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ആ കാണുന്ന ഈ റെഡും ബ്ലാക്കും കണക്ടറിലുള്ള ലാച്ചുകൾ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലാതെയോ നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ആ ക്ലിക്ക് എന്നുള്ള ശബ്ദത്തോടുകൂടി ആ ഒരു കണക്ഷൻ ആവുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർ കണക്ഷൻ ആണ്. അതേസമയം ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഈ 2 ലാച്ചുകളും പ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം ഡിസ്കണക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒരു ലോക്കായി വീഴുകയാണ്. പിന്നെ നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ ഈ ലോക്ക് റിലീസ് ചെയ്യാതെ ഈ ലാച്ചുകൾ പ്രസ് ചെയ്യാതെ വലിച്ചു കഴിഞ്ഞാൽ ആ സോക്കറ്റ് അവിടെ ഇരിക്കും, വയർ ഒരു പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ബാലറ്റ് യൂണിറ്റിൽ നിന്നും വിവിപാറ്റിലേക്കും വിവിപാറ്റിൽ നിന്നും BBCയുടെ അവസാനം എന്താ പറയുക, കൺട്രോൾ യൂണിറ്റ്.
വിവിപാറ്റിന്റെ കേബിൾ കണക്ടർ എടുത്ത് കൺട്രോൾ യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ ഈ കാണുന്ന കണക്ടറിൽ റെഡ് ആൻഡ് ബ്ലാക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തുടർന്ന് ഇത് നമുക്ക് അടക്കാം. അതിനു മുൻപ് ഈ പവർ നമുക്ക് ഓൺ ചെയ്യാം. ഒരു കാര്യം കൂടി, ഇത് പോളിംഗ് സ്റ്റേഷനിൽ ഈ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സീക്രട്ട് ആയിട്ട് വോട്ട് ചെയ്യാനുള്ള ആ ഒരു കമ്പാർട്ട്മെന്റ് അവർ തയ്യാറാക്കുമ്പോൾ ഇത് വെക്കേണ്ട, അതായത് വിവിപാറ്റ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലാണ് വെക്കേണ്ടത്. അതെങ്ങനെയാണ് എന്നും കൂടി ഇലക്ഷന്റെ നമ്മുടെ ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു വോട്ടർ കടന്നു വരുമ്പോൾ ആ വോട്ടറുടെ വലത്തെ കൈ, ഇവിടുന്ന് ഒരു വോട്ടർ കടന്നു വരികയാണെങ്കിൽ വലത്തെ കൈ ഈ ബാലറ്റ് യൂണിറ്റിലേക്ക് വരികയും അങ്ങനെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഡിസ്പ്ലേ പാനലിലേക്ക് നോക്കുമ്പോൾ താൻ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന സ്ലിപ്പ് പ്രിന്റായി ലൈറ്റ് തെളിയുമ്പോൾ കാണാൻ കഴിയും. അപ്പൊ ഇതാണ് അതിന്റെ യഥാർത്ഥമായ രീതി. അപ്പൊ വലത്തെ കൈ നേരെ ഇങ്ങോട്ട് വരിക, ഇടതുവശത്ത് ഇത് വെക്കുക. കൺട്രോൾ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സ്റ്റേറ്റ് പോളിംഗ് ഓഫീസറിന്റെ ടേബിളിലാണ് വെക്കേണ്ടത്. അങ്ങനെ വെച്ചുകൊണ്ട് വോട്ടിംഗ് ആരംഭിക്കാം. നേരത്തെ പറഞ്ഞ രീതിയിൽ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. കൺട്രോൾ യൂണിറ്റിൽ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇവിടെ സ്ലിപ്പ് പ്രിന്റായി കാണിക്കുന്നു. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1 മണിക്കൂർ മുൻപ് എത്തിച്ചേരണം. അതായത് 5:30 7 മണിക്ക് റിയൽ പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 7 മണിക്ക് മുൻപ് 90 മിനിറ്റുകൾക്ക് മുൻപ് മോക്ക് പോൾ ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ 5:30. അതിന്റെയും 1 മണിക്കൂർ മുൻപ് ഒബ്സർവേഴ്സ്, മൈക്രോ ഒബ്സർവേഴ്സ് എത്തിച്ചേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.